ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പോർച്ച് വരുന്നത്, പിന്നെ മിഡിൽ പാർട്ടിലായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഇരിക്കാനായിട്ട് ഇതാ ചെറിയൊരു സീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ദേ ഒരു ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ റൈറ്റ് സൈഡ് വാളിൽ ഫുള്ള് ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ വലിയൊരു ഹോളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ സീറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു ലിവിങ് റൂമായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് റൈറ്റ് സൈഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ എൻട്രി ചെയ്യുന്നതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു ബുദ്ധൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം വരുന്നത്. ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാച്ചായിട്ടുള്ള ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സൈഡ് വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ TV യൂണിറ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വരുമ്പോഴാണ് ഇതാ ഈ ഒരു വലിയ ഹോള് വരുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സോഫ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കൂടുതൽ നമ്മൾ ഫ്ലവേഴ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അവിടെയും ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹോളിൻ്റെ മിഡിലായിട്ട് ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഡൈനിങ് റൂം വരുന്നത്. അപ്പോൾ റൂമായിട്ടല്ല, നമ്മളൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് കൊടുത്തിട്ടുള്ളത്. ടേബിൾ ഇട്ടിട്ടുണ്ട്. അതിൽ 6 സീറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. പിന്നെ ഇവിടുന്ന് കറക്റ്റ് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നതേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രെയർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രെയർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മോസ്റ്റ് എല്ലാവരും വരുമ്പോൾ ഉള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രെയർ യൂണിറ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്കും ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സ്പേസാണ് ഈ പ്രെയർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ മെറ്റലിൻ്റെ ഐറ്റംസാണ് ഇതിൽ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ്സും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടായിട്ടാണെങ്കിൽ ഗണപതിയുടെ ആ ഒരു ഇമേജ് നമ്മൾ അതിൽ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം കാണാം. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ കയറുന്ന ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ചെറിയൊരു ലൈറ്റും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സൈഡ് പാർട്ടിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് മിററും മേക്കപ്പിനുള്ള ആ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റൂമിൽ. ഒത്തിരി ഇൻറ്റീരിയേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി വരുന്നതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലാണെങ്കിലും സിംഗിളായിട്ടുള്ള വിൻഡോസ് 2 സൈഡിലും പിന്നെ ഒരു 3 വിൻഡോസ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ആയിട്ടാണ് കേട്ടോ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മളൊരു ബെർത്തും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഒരു സൈഡ് വാളിൽ ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ ബാത്റൂം വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മെയിൻ ഏരിയ ആണ് കിച്ചൺ. അപ്പോൾ കിച്ചൺ മോഡുലാർ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ആഷ് വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് ഈ ഒരു കോംബോയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. മാച്ചായിട്ടുള്ള ഒരു റെഫ്രിജറേറ്ററും കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാർട്ടീഷൻ പോലെ കൊടുത്തു. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വാഷ് ഏരിയയൊക്കെ മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡർ മിക്സി അതൊക്കെ വെക്കുന്നതും ഈ ഒരു ഏരിയയിലാണ്. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിലാണ് കേട്ടോ മാക്സിമം ഐറ്റംസും നമ്മൾ വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് ആഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതാണ് കംഫർട്ടബിൾ. അതുകൊണ്ടാണ് വൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഡൈനിങ് റൂമിൻ്റെ പാർട്ടിൽ നിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ സ്പോട്ട് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്, മെറ്റൽ, വുഡ് ഇതിൻ്റെ എല്ലാം കൂടി ചേർന്ന ഒരു കോംബോയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ. കണ്ടാൽ നല്ല ഒറിജിനാലിറ്റിയാണ്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ വലിയൊരു ഹോളാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആ ഡൈനിങ് സ്പേസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ സൈഡിലായിട്ട് നമ്മൾ ഗ്ലാസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ അതേ സ്പേസ് തന്നെ വരുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് വാൾഡ്രോബ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാൾഡ്രോബ് ഡിസൈന് ഈ ഒരു റൂമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ ഹോളിൽ ചെറിയൊരു ഫാമിലി സ്പേസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സോഫ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വുഡിൻ്റെ ഒരു ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ വാളിലായിട്ട് ചെറിയൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള എസ്തെറ്റിക് ഐറ്റംസ് ആണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ ഒരു സൈഡ് വാളിൽ നമ്മൾ ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ റൂമിലും ഓരോ ഷെയ്ഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പേഴ്സണലി എനിക്കിഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഈ റൂമിലാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ വർക്ക്. അതിൽ കുറച്ച് കളേഴ്സും കൂടി കൊടുക്കാനായിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഏരിയയിലാണ് വാർഡ്രോബ് വരുന്നത് വിത്ത് അറ്റാച്ച്ഡ് മിറർ ഏരിയയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ റൂം ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഇഷ്ടത്തിന് ചെയ്തൊരു റൂമാണ് കേട്ടോ. പിന്നെ എനിക്ക് റൂമിൽ ഓവറായിട്ട് ഡെക്കറേഷൻസ് അത്ര താല്പര്യമില്ല. ചെറിയൊരു ഇൻറ്റീരിയേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ സെറ്റിങ്സ് ഒന്നും ഞാൻ വാളിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഈ റൂമിൽ വരുന്നത്. ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ഹോളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അയൺ ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് സ്റ്റഡി ഏരിയ അതുപോലെ തന്നെ ലാപ്ടോപ്സ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ വരുന്നത്. അവിടെ നമ്മളൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത് ഒരു ക്രീം ആൻഡ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ എല്ലാ ഏരിയയും ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ വാഷ് ബേസിനും അതുപോലെ തന്നെ വാഷ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് നമുക്ക് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.